ആ ഗിരീഷ, എടാ ഞാൻ ഇച്ചിരി തിരക്കില്ല. അമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ട്. ആ ഗുളിക മേടിച്ചോണ്ട് പോവാ. ആക്സിഡൻറ്റാ ചന്ത മുക്കില് ആരെങ്കിലും ചത്തോടാ ഇല്ലേ? ആ SP ഹോസ്പിറ്റല് എനിക്കറിയാം. റൂം എത്ര? 356. 56 ആ ഓക്കെ. അമ്മയുടെ മരുന്ന് അമ്മ ഇച്ചിരി ശ്വാസം മുട്ടട്ടെ. ഈ കോള് വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടും. ആരാ നോക്കിയേ? ഈ റൂമിൽ കിടന്നിരുന്ന നമ്പ്യാരേട്ടൻ. അയ്യോ 356 ഇത് തന്നെയാണല്ലോ. നമ്പ്യാരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു കാര്യം ചെയ്യോ, അളിയനോട് ചോദിച്ചു നോക്കൂ. അളിയനോ? അല്ല, ഞാൻ പെങ്ങളാവുമ്പോ എന്റെ ഭർത്താവ് അളിയനാവുമല്ലോ. അതെ, എൻ്റെ വൈഫിൻ്റെ ഒരു അകന്ന ബന്ധു നമ്പ്യാരേട്ടൻ ഇവിടെ കിടന്നിരുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു ഒന്ന് വന്ന് കാണണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വന്നത്. അയ്യോ, നമ്പ്യാരേട്ടൻ എന്തായാലും ഇപ്പൊ ഇവിടെ ഇല്ല. ഇതിപ്പം ശീലം എന്റെ ഭർത്താവാ. എന്നാലും നമ്പ്യാരേട്ടൻ പോയിട്ടുണ്ടാവും, ഡിസ്ചാർജ് ചെയ്തേ. ഞാൻ 100 തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഓടി ഇങ്ങോട്ട് വന്നതേ. പിന്നെ അതുമല്ലേ ആപ്പിളും മേടിച്ചോണ്ടാ വന്നതേ. കൊടുക്കാലോ. ഇവിടത്തേക്ക് വേണ്ടി വാങ്ങിച്ചോണ്ടത് ഇവിടെ തന്നെ കൊടുക്കണമെന്ന് നല്ലത്. അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് പെങ്ങൾ അങ്ങോട്ട് പിടിച്ചു. ഞങ്ങൾ ഒന്നാമത്തെ ഇതൊന്നും കഴിക്കാൻ വല്ല ചക്കയും മാങ്ങയൊക്കെ കഴിക്കുള്ളൂ. ഇതൊന്നും കഴിക്കില്ല. കൂട്ടത്തിലൊരു ആപ്പിൾ കഴിക്കണം. പെങ്ങൾ പിടിച്ചാൽ 10 രൂപയുടെ സാധനമാണ്. അങ്ങോട്ട് കൊടുത്തോളൂ. അത് വേണ്ട. ഇതിപ്പോ എന്താ സംഭവിച്ചേ? സംഭവിച്ചൊന്നും പറയാതിരിക്കാ ഭേദം. പറയാതിരിക്കണ്ട, എനിക്ക് സമയക്കുറവൊന്നുമില്ല. പറഞ്ഞോളൂ, കേൾക്കാം. 24 മണിക്കൂർ മുറുക്കാണ്. മുറുക്ക് തന്നെ മുറുക്ക്. ഓരോരോ ശീലങ്ങളല്ലേ. മുറുക്കാൻ തുറന്നപ്പോ വള്ളി ചേച്ചിയുടെ കടയിൽ പോയി മുറുക്കാൻ മേടിക്കാൻ പോയതാ. മുറുക്കാൻ ചോദിച്ചപ്പോ വള്ളി ചേച്ചി എന്തോ ചെയ്തു? അയ്യോ, വള്ളി ചേച്ചി ഒന്നും ചെയ്തതല്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോ നോക്കി ക്രോസ് ചെയ്യണ്ടേ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തപ്പോ ബൈക്ക് ഒന്ന് ഇടിച്ചു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, ഇപ്പൊ റോഡിൽ പോണ വണ്ടിയല്ലേ ബൈക്ക് അല്ലെങ്കിൽ കാറ്, ഏതെങ്കിലും ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞതാണ്. ചേട്ടൻ എന്താ ജോലി? ഞാനൊരു LP സ്കൂൾ വാദ്യാരാ. ഈ വണ്ടി തട്ടിയതിന് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഒരു പാവം പിടിച്ച പയ്യൻ ഒന്നും മേടിക്കാം. അപ്പൊ അവൻ ഇത് കഴിഞ്ഞപ്പോ ഒരു 10,000-2000 രൂപ തന്നു. കേസിനൊന്നും പോവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് 2000 രൂപ കൊടുത്തത്. എന്താണ് മാഷേ ഇത്? 2000 രൂപക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം 2000 രൂപ. എല്ലാവരോടും ഇങ്ങനെ പാവം തോന്നല. ഇനിയിപ്പോ മാഷിനെ ഇവിടെ അഡ്മിറ്റ് ആക്കി ഒരു 10-16 ദിവസം കിടത്തും. എന്നിട്ടൊരു നല്ല ബില്ലും തരും. ഇതെങ്ങനെ അടയ്ക്കും? എനിക്കറിയില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയോ? എന്തായാലും നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടു, അടുത്തു. ആ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ലക്ഷങ്ങളൊക്കെ എന്തിനാ വേണ്ടെന്ന് വെക്കണേ? ആ, ഈ അപകടത്തിലെ മാഷിന് എന്തൊക്കെ പറ്റി? പറ്റാൻ എന്താ, കൈ ഒടിഞ്ഞു, നെറ്റ് പൊട്ടി, വാല വല്ലൊക്കെ ഇളകി. എന്താ പറ്റാൻ? അതുപോലെ ഈ കാലിന് പൊട്ടലുണ്ടോ? കാലിനൊന്നും പറ്റിയില്ല. പോയില്ലേ 1,00,000. കാലിനും കൂടെ പൊട്ടലുണ്ടായിരുന്നെങ്കിൽ 1,00,000 രൂപയുടെ മാറി കിട്ടിയനെ. നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ ഉദ്ദേശിച്ചത്? ഇനി എത്ര കൊല്ലം കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വഹിച്ച് മുന്നോട്ട് പോകേണ്ട ആൾ ഈ അവസ്ഥയിലായിട്ട് കേസ് കൊടുക്കാതിരുന്ന എങ്ങനെ ശരിയാവും പെങ്ങളെ? കേസൊന്നും കൊടുക്കണ്ട. അതൊന്നൊക്കെ വലിയ പ്രശ്നമാണത്. അത് എന്തിനാണ് കേസൊക്കെ കൊടുക്കണം? ഒന്നാമത്തെ ആ പയ്യന്റെ വണ്ടിക്ക് എന്താ ഇൻഷുറൻസ് ഇല്ലാന്ന് എന്തൊക്കെ പറഞ്ഞു. ഇൻഷുറൻസ് ഇല്ല? അങ്ങനെയാണെങ്കിൽ കേസ് കുറെ കൂടെ ബലക്കും. ആണോ? എന്നാ എവിടെയാന്ന് വെച്ചാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എന്താ എവിടെയാ കൊടുക്കണേ? MACT. അതായത് മോട്ടോർ ആക്സിഡന്റ് ക്ലൈം ട്രൈബ്യൂണൽ. ഈ ആക്സിഡന്റ് കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കുന്ന ഒരു പ്രത്യേക കോടതിയാണ്. അവിടെ നമുക്കൊരു കേസ് ഉടനെ കൊടുക്കണം. എന്താ ശ്യാമളെ പറഞ്ഞ? ആ പയ്യനോട് നമ്മളൊരു വാക്ക് പറഞ്ഞതല്ലേ? എന്റെ മാഷ് ഒരു വാക്കല്ലേ കൊടുത്തുള്ളൂ. ഇവിടെ ഇപ്പൊ കൈവിട്ട് പോകാൻ പോകുന്ന ലക്ഷങ്ങളാ. ഇതാണ് നാട്ടുകാരോട് എല്ലായിടത്തും സഹതാപമുണ്ട്, എന്നോടില്ല. പിന്നെ മാഷ് വിചാരിക്കും പോലെ ഇതിന് ഒരുപാട് കാശൊന്നും ചെലവാകത്തില്ല. വെറും 5,000 രൂപ വക്കീലിന് കൊടുത്താൽ മതി. ബാക്കി കേസെല്ലാം മുന്നോട്ട് പോക്കോളും. ഇതിപ്പോ ഏത് വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കും? ഈ MACT കേസുകൾ വാദിക്കാൻ പറ്റിയൊരു വക്കീൽ എന്റെ കയ്യിലുണ്ട്. സത്യശീലം വക്കീൽ. ആള് മിടുക്കനാണ്. അയ്യോ, ഈ കേസൊക്കെ സാറിന് പുല്ല.